ലിബാൻ സാറാണ് മക്കളെ. നിങ്ങളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം +1 അക്കൗണ്ടൻസിയിൽ നമുക്ക് അത്യാവശ്യം നന്നായി ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്ററും അത്യാവശ്യം ലെങ്തിയാണ്. ആദ്യമായിട്ട് കൊമേഴ്സ് പഠിക്കുന്നതുകൊണ്ട് അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം ട്രിക്ക് പറഞ്ഞുതരാം. ഓരോ ചാപ്റ്റേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററും എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ശരിക്കും ആക്ച്വലി ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞ് ഇനി റിവൈസ് ചെയ്യണ സമയമാണ്. പക്ഷേ ചില കുട്ടികൾ ഇപ്പോഴും പഠനം തുടങ്ങിയിട്ടുണ്ടാവില്ല. സോ തുടങ്ങാത്ത കുട്ടികൾക്കും കുറച്ച് തുടങ്ങിയ കുട്ടികൾക്കും എല്ലാം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി കംപ്ലീറ്റ്ലി പഠിച്ച കുട്ടികൾക്കോ നിങ്ങൾക്ക് യൂസ്ഫുൾ. നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് കൊടുക്കുന്നത് ഏത് ചാപ്റ്റേഴ്സിനാണ്, ഏത് ചാപ്റ്റേഴ്സിലെ ഏത് പോർഷൻസിനാണ് എന്ത് ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. സോ നമ്മൾ ചാപ്റ്റേഴ്സ് ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം അക്കൗണ്ടൻസിയിൽ AFS ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് നിങ്ങൾക്ക് 60 മാർക്കും, AFS ആണെങ്കിൽ 80 മാർക്കിന് റിട്ടേൺ എക്സാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ പോർഷൻസ് പഠിക്കാനില്ല, കൂടുതൽ എന്ത് ചെയ്യും എക്സാമിന് വെയിറ്റേജ് വരും. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ല വെയിറ്റേജ് ഉണ്ട്. ഈവൻ ചില വർഷങ്ങളിൽ 3 ആണെങ്കിലും 6 മുതൽ 8 മാർക്കിന് വരെ ഈ ചാപ്റ്ററിന് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് 3 മാർക്കിന് മിക്ക വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് 2 മാർക്കിന് ചെയ്യും മിക്കവാറും എക്സാമിന് 1 മാർക്കിന് ചോദിക്കും. ടേംസുമായി ബന്ധപ്പെട്ട് 2 അല്ലെങ്കിൽ 3 മാർക്ക് വരെ എന്ത് ചെയ്യും ചോദിക്കാറുണ്ട്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ അല്ല, ചിലപ്പോൾ 1 മാർക്കിന് എന്ത് ചെയ്യും ഈ ഒരു ഡെഫിനേഷനും ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് മിക്ക കുട്ടികൾക്കും ഡിഫിക്കൽട്ടാണ്, പല സ്കൂളുകളിലും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 4 മിനിമം 4 മാർക്കിന് ചോദിക്കും. ചില സമയത്ത് 8 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ 4 മാർക്ക് മാച്ച് ദ ഫോളോയിങ്സിലെ 4 മാർക്ക് അടക്കം മിക്കവാറും ഈ ഒരു ചാപ്റ്റർ ചോദിക്കും. ഗ്യാപ്പിന് 1 മാർക്ക് മോസ്റ്റ് പ്രോബബ്ലി എക്സാമിന് വരുന്നതാണ്. അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പല കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ഉറപ്പായും പഠിക്കുന്ന കൺസെപ്റ്റാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ബിസിനസിന്റെ എൻറ്റിറ്റി കൺസെപ്റ്റ്, അതുപോലെ തന്നെ കൺസർവേറ്റിസം കൺസെപ്റ്റ്, അതേപോലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ഡബിൾ എൻട്രി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡുവാലിറ്റി കൺസെപ്റ്റ്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഉറപ്പാണ് എക്സാമിന് വരും. അപ്പോൾ ഈ 4 മാത്രമേ വരുള്ളൂ അല്ല, ഇതല്ലാതെ മിനിമം ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ പുറത്തുനിന്ന് ചോദിക്കും കേട്ടോ, അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. GST IFR നിങ്ങളുടെ ഡിലീറ്റഡ് പോർഷൻ ആണ്. GSTയുമായി ബന്ധപ്പെട്ട് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. GSTയുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചർ, ഇത് രണ്ടും ഒന്നാണ്. അഡ്വാൻറ്റേജും ഫീച്ചർ ഒന്നാണ്. ഇനി അല്ലെങ്കിൽ GSTയുടെ കോമ്പോണൻസ് ചോദിക്കും, അതെന്താണ് ചോദിക്കുന്നതാണ്. ദെൻ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഫസ്റ്റ് ദ പ്രോബ്ലം ചാപ്റ്റർ ആണ്. ഇതിലെ ജേർണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ് എക്സാമിന് ചോദിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ 100% എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. വൗച്ചറുമായി ബന്ധപ്പെട്ട് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് വൗച്ചർ അല്ലെങ്കിൽ വൗച്ചറിന് എക്സാമ്പിൾസ് ചോദിക്കും. ലെഡ്ജർ എക്സാമിന് ചോദിക്കില്ല, ബാലൻസിങ് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ അല്ല, പക്ഷേ ലെഡ്ജർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ട്രാൻസാക്ഷൻ 2 രണ്ടാമത്തെ ചാപ്റ്റർ. ഇതിലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് മോസ്റ്റ് പ്രോബബ്ലി 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ഇതാണ് നിങ്ങൾക്ക് ചോദിക്കാം. സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ഇതിലെ 2 ഏതെങ്കിലും 1 ഉറപ്പാണ് 3 മാർക്കിന് വരും. അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ അങ്ങനെ എക്സാം ചോദിക്കാറില്ല, വല്ലപ്പോഴും 2 മാർക്കിന് ചോദിച്ചാലായി. ഇതുമായി ബന്ധപ്പെട്ട തിയറീസ്, എന്താണ് സെയിൽസ് ബുക്കിൽ എഴുതുക, എന്താണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ എഴുതുക, അതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് തുടങ്ങിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും 1 മാർക്കിന് ചോദിക്കും. എന്താണ് ജേർണൽ പേപ്പർ എന്നുള്ള 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും എക്സാമിന് റിപ്പറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. BRS എന്താണ്, എങ്ങനെയാണ് BRS പ്രിപ്പയർ ചെയ്യുക, അതിന്റെ കോസസ് ഓഫ് ഡിഫറൻസുകൾ, അത് തിയറി പോർഷൻ ആണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ക്യാഷും ബാങ്കും തമ്മിൽ വ്യത്യാസം ഉണ്ടായത്, ആ ഒരു ക്വസ്റ്റ്യൻ തിയറിറ്റിക്കലി വളരെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്താണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ചെക്കിനുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ചോദിക്കാൻ സാധ്യതയുണ്ട്. ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് അല്ലേ. സോ നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്റർ ആണ്. ട്രയൽ ബാലൻസിന്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ 3 അല്ലെങ്കിൽ 4 മാർക്കും ചോദിക്കും. എറേഴ്സ് തിയറിറ്റിക്കലി 2 മാർക്കിന് വരെ ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ത് ചെയ്യും ചോദിക്കും. റെക്ടിഫിക്കേഷൻ, അതുപോലെ ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ് ഉറപ്പാണ് 2 മാർക്കിന് മിനിമം ചോദിക്കും. റെക്ടിഫിക്കേഷൻ ഒരു 4 മാർക്കിന്റെ എന്ത് ചെയ്യും കുറച്ച് മിസ്റ്റേക്ക് തരും, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഷുവർ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് നിങ്ങളുടെ അവസാന ചാപ്റ്റർ ആണ് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ് എന്നുള്ളത്. അവിടെ ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ കോസസും ഫാക്ടേഴ്സും ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2 മെത്തേഡ്, ഇതിലേതെങ്കിലും മെത്തേഡുള്ള
കാൽക്കുലേഷൻ വളരെ റെയർ ആണ്, 2 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ പ്രൊവിഷൻസ് ആൻഡ് റിസർവുമായി ബന്ധപ്പെട്ട് 2 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിപ്രീസിയേഷനിലെ അസറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കാം. ക്ലിയർ ആണോ? ഇതാണ് നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള 7 ചാപ്റ്റേഴ്സ്. ഈ 7 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുന്നത് ക്ലിയർ ആയില്ലേ? ഓരോ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിലും ഫ്രഷ് ആയിട്ട് പഠിക്കുകയാണെങ്കിലും പഠിച്ചത് ഒന്നുകൂടി പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്താലും ഈ പറഞ്ഞ വെയിറ്റേജ് അനുസരിച്ച് ആ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. 8 മാർക്ക് വേണം, ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിക്കണം. 5 മാർക്ക് വേണം, ജേർണൽ എൻട്രി പഠിക്കണം, BRS പഠിക്കണം, ട്രയൽ ബാലൻസ് പഠിക്കണം, റെക്ടിഫിക്കേഷൻ പഠിക്കണം. സോ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. ക്രിസ്മസ് എക്സാം കലക്കാം. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലൂടെ നിങ്ങൾ നമ്മുടെ ലൈവിലേക്ക് എത്തിക്കണം. എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, അത് ലൈവിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.